ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ആദ്യം കുറെ ആലോചിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചോട്ടെ. കാരണം ഈ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ അത്ര പ്രിപ്പയർ ആയിരുന്നില്ല. പിന്നെ ഞാൻ ഓർത്തു ഈ ഒരു വീഡിയോ കൂടി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ എനിക്ക് കിട്ടുവാണെങ്കിൽ അത് നല്ലൊരു ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഏകദേശം ഒരു 4 years ആഫ്റ്റർ കൊറോണ എനിക്ക് കൊറോണ നല്ലോണം എഫക്ട് ചെയ്തു കേട്ടോ. എന്റെ വീട്ടിൽ കൊറോണ കൂടുതൽ വന്ന ആള് ഞാനാണ്. എനിക്ക് കൊറോണ വന്നപ്പോഴേക്കും വീട്ടുകാരോടെ മിണ്ടാനോ താഴ്ത്തു പോവാനോ ഫുഡൊക്കെ സെപ്പറേറ്റ് വെക്കലും അങ്ങനത്തെ കുറച്ച് സ്റ്റേജിലൂടെ കടന്നുപോയി. ഇവിടെ ഈ റൂമിൽ തന്നെ ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ചായ വെക്കുന്നതൊക്കെ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ അങ്ങനെ ഒറ്റപ്പെടുന്ന അങ്ങനത്തെ ഒരു സംഭവത്തിലൂടെയൊക്കെയാണ് കൊറോണ കടന്നുപോയത്. കൊറോണ മാറിയതിനു ശേഷം പുറത്തിറങ്ങുമ്പോൾ സഹിക്കാൻ പറ്റാത്ത കാലുവേദനയാണ്. കുറച്ചേരം നിന്ന് കഴിഞ്ഞാല് കാലുവേദന എടുക്കും. ബസ്സിലൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോഴേക്കും സഹിക്കാൻ പറ്റില്ല, നല്ല കാലുവേദനയാണ്. കാലുവേദനയ്ക്ക് ആദ്യം ഓർത്തു ഹീൽസ് ഒക്കെ വല്ലപ്പോഴും ഷൂട്ടിന് പോകുമ്പോൾ യൂസ് ചെയ്യാറുള്ളൂ കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യാറില്ല. ആദ്യമൊക്കെ കാലുവേദന വരുമ്പോ ഇതെന്താ കാലിങ്ങനെ വേദന എടുക്കുന്നതെന്ന് വിചാരിച്ച് വേഗം വീട്ടിൽ വന്ന് മസാജ് ചെയ്യും, മാറും, അങ്ങനെയൊക്കെയാണ്. എന്നാലും അധികം നേരം നിൽക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ കൺഫ്യൂഷനാണ്, ടെൻഷനാണ്, കാലെന്തെങ്കിലും വേദന എടുക്കുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പോ ഞാൻ എന്ത് ചെയ്തു, ഡോക്ടറെ കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹീൽസ് കിട്ടതിന്റെ ആയിരിക്കും, കുറച്ച് മെഡിസിൻസ് ഒക്കെ എനിക്ക് തന്നു. ഞാൻ റിനേ മെഡിസിറ്റിയിലാണ് കാണിച്ചത്, പാലാരിവട്ടം. ഹീൽസ് ഇട്ടതിന്റെ ആണ് ഈ ഒരു പെയിൻ വരുന്നത്, അതുകൊണ്ട് മാക്സിമം ഹീൽസ് ഒഴിവാക്കുക. പിന്നെ മെഡിസിൻസ് ഒക്കെ തന്നു, പുരട്ടാനുള്ള മരുന്നൊക്കെ തന്നു. ഞാൻ കുറച്ച് നാൾ അത് കണ്ടിന്യൂ ചെയ്തു. എന്നിട്ടും കാലുവേദനയ്ക്ക് ഒരു മാറ്റവും ഇല്ല. എന്റെ കാലിന്റെ അടിയിൽ തരിപ്പാണ്, എനിക്ക് നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്കും അസഹീനതമായ വേദന, അസഹീനയത്താട്ട വേണ്ട, സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയായിരുന്നു. അപ്പോ എനിക്ക് അറിയില്ല എന്താണ് ഇങ്ങനെ കാലുവേദന എടുക്കുന്നത്. ഞാൻ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടുണ്ട്, അല്ലാതെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് മെഡിസിൻസ് ആണ് കണ്ടിന്യൂ ചെയ്യുന്നത്. എനിക്ക് യാതൊരു മാറ്റവും ഇല്ല, ഒരു രീതിക്ക് മാറ്റമില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞു ഹീൽസ് ഇട്ടതിന്റെ ആയിരിക്കാം, മെഡിസിൻസ് കഴിച്ചിട്ടൊന്നും മാറിയില്ലല്ലോ. വീണ്ടും ഞാൻ റിനൈ മെഡിസിറ്റി തന്നെ പോയിട്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ ഈ മരുന്നൊന്നും കഴിച്ചിട്ട് മാറുന്നില്ല, എനിക്കാണെങ്കിൽ ഭയങ്കര കാലുവേദനയാണ്, സഹിക്കാൻ പറ്റാത്ത കാലുവേദനയാണ്. അപ്പോ ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ റിനൈ മെഡിസിറ്റിയിൽ എക്സ്റേ എടുത്തു. എക്സ്റേ എടുത്തപ്പോഴും പുള്ളി പറഞ്ഞു വേറെ കുഴപ്പമൊന്നും, ലിഗമെന്റിന്റെ ഇഷ്യൂ ഒന്നും കാണിക്കുന്നില്ല, വലിയ പ്രശ്നമായിട്ടൊന്നും കാണിക്കുന്നില്ല. നമ്മള് പ്രാർത്ഥിക്കായിരുന്നു എക്സ്റേയിലൊന്നും കാണല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ലിഗമെന്റിന്റെ ഇഷ്യൂസ് ഒന്നും കാണുന്നില്ല, കുഴപ്പമൊന്നുമില്ല, എക്സസൈസ് ഒക്കെ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. നോർമൽ. ഞാൻ ഓർത്തു എനിക്ക് പ്രശ്നമില്ല, ടെസ്റ്റ് ചെയ്തിട്ട് പ്രശ്നമില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും പ്രശ്നമില്ല, ഇതെന്താ എനിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെന്താ ഈ കാലുവേദന, എനിക്ക് ടെൻഷനായി, ഇനി മരുന്നില്ലേ എന്നൊക്കെ ഓർത്ത് ടെൻഷനായി. അത് കഴിഞ്ഞിട്ട് പിന്നെയും വേറെ ഹോസ്പിറ്റലിൽ തുടർന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അത് ഇതൊക്കെ കാണിച്ചു തുടങ്ങി. എന്നിട്ട് മാറാതായപ്പോ യൂട്യൂബ് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് എന്ന് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്തിട്ട് മാറ്റൂല, എന്നാ പിന്നെ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിന് പോകാം. അതാണെങ്കിൽ നിങ്ങളുടെ എത്ര വേദന ഉണ്ടെങ്കിലും മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കണ്ടിട്ടുള്ളത്, കളമശ്ശേരിയിലായിരുന്നു. അങ്ങനെ ഞാൻ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റിന് ചെന്നു. അവിടെ ഡോക്ടറിനെ കണ്ടു, ഇങ്ങനെ കാലുവേദനയുടെ കാര്യം പറഞ്ഞു, ഡെയിലി വരാൻ പറഞ്ഞു. ഡെയിലി ഒരു എമൗണ്ട് വെച്ച് ആയി, എന്നാലും 10 ദിവസം ഞാൻ പോയി. അപ്പൊ അക്യുപഞ്ചർ പെയിൻലെസ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്, എല്ലാവർക്കും അറിയാലോ. പക്ഷെ എനിക്ക് ഭയങ്കര പെയിനാ. കാരണം നമ്മുടെ നോർമൽ കയ്യിലൊക്കെ കുത്തുന്ന, അല്ലെങ്കിൽ കാലിൽ കുത്തുന്ന സൂചി നൈസ് ആയിട്ടുള്ള സൂചിയാണ്, പക്ഷെ എന്റെ പാദത്തിൽ കുത്തും. കണ്ടോ, പാദം നമ്മുടെ ഇങ്ങനെയല്ലേ, ഇത് കൈപ്പാദമാണ്, കാൽപാദത്തിൽ കുത്തും. ഇങ്ങനെ പാദത്തിൽ കുത്തുമ്പോ തന്നെ എനിക്ക് പേടിയാണ്. ഞാനിങ്ങനെ ചാടി മറിഞ്ഞൊക്കെ കരച്ചിലാണ്. ഒറ്റയ്ക്കാണ് ഇതിനൊക്കെ പോകുന്നത് കേട്ടോ, കരച്ചിലാണ്. അപ്പോഴും ഞാൻ ഓർത്തു 10 ദിവസം കഴിഞ്ഞ എന്റെ പെയിൻ മാറുമായിരിക്കും, നമുക്ക് ആ ഒരു വിശ്വാസത്തിലാണല്ലോ പോകുന്നത്. അങ്ങനെ അക്യുപഞ്ചർ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് യാതൊരു മാറ്റവും ഇല്ല. അറ്റ് ലാസ്റ്റ് അവിടുത്തെ ഒരു ഡോക്ടർ തന്നെ എന്നിട്ട് കുറച്ച് കമ്പനി, ഞാൻ എവിടെ പോയാലും പിന്നെ എല്ലാവരോടും മിണ്ടോ. അപ്പൊ അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു, എന്നെ വിളിച്ചു പറഞ്ഞു കാലുവേദന കുറവാണ്, നമുക്ക് കുറവില്ല, അന്നൊരു കാര്യം ചെയ്യും, MRI എടുക്കൂ. അതെന്താണ് ഇങ്ങനെ കാലുവേദന എടുക്കുന്നത്, MRI എടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ പോയിട്ട് ഡോക്ടറിനെ കണ്ടു, MRI എടുത്തു. MRI എടുത്ത് ഡോക്ടറിനെ കാണാൻ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നടുവിനാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അതുവരെ, അതായത് ഒരു വർഷത്തോളം അടുപ്പിച്ചിട്ട് ഈ കാലുവേദന എന്ന് പറഞ്ഞിട്ട് വെള്ളകണ്ട മെഡിസിൻസും ട്രീറ്റ്മെന്റ് എടുത്തിട്ട് യാതൊരു മാറ്റവും ഇല്ല. അപ്പോഴാണ് MRI എടുക്കാൻ തീരുമാനിച്ചത്. MRI എടുത്തപ്പോഴാണ് എക്സാക്ട് ആയിട്ടുള്ള ഒരു ആൻസർ ഡോക്ടർ തന്നത്. അതെ, എന്റെ ഡിസ്കിന്റെ L4 L5 ഡിസ്ക് ബൾജാണ്. അപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നായിപ്പോയി. ഡിസ്ക് ബൾജാണ്, ഇനി ഞാൻ പ്രസവിക്കൂല ഈശ്വര എന്നായിപ്പോയി. കാരണം ഡിസ്കിന് ബൾജ് വന്നാന്ന് പറയാ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും വരുമായിരിക്കും, എനിക്ക് അറിയില്ല. അപ്പൊ ഡിസ്ക് ബൾജ് വന്നു, ടെൻഷനായി. ഡിസ്ക് ബൾജിന്റെ ഒക്കെ നെറ്റിൽ നോക്കാൻ തുടങ്ങി. അപ്പൊ മെഡിക്കൽ ട്രസ്റ്റിൽ തന്നെ ഫിസിയോതെറാപ്പി കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു 10 ദിവസം അവിടെ ഫിസിയോതെറാപ്പി ചെയ്തു.
മാറ്റമില്ല, ബഡ്ജറ്റും പ്രശ്നം. അപ്പൊ വേഗം തന്നെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ കാണിച്ചു. അവിടെ ചെന്നപ്പോൾ ഫിസിയോതെറാപ്പിക്ക് ഡെയിലി വരാൻ പറഞ്ഞു. ഡെയിലി പോവും. നല്ല ക്യൂ നിന്നിട്ടാണ് ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. ഈ ക്യൂ നിൽക്കുമ്പോ തന്നെ മനുഷ്യന് കാലുവേദന സഹിക്കാൻ പറ്റാണ്ട് ഒരു രക്ഷയില്ല. ജനറൽ ഹോസ്പിറ്റലിൽ കുറെ ക്യൂവിന് ശേഷം ഫിസിയോതെറാപ്പി ചെയ്യും. ആ ക്യൂ നിൽക്കുമ്പോഴൊക്കെ ജീവൻ പോവും. നിൽക്കുമ്പോഴുള്ള വേദനയാണ്. അതൊക്കെ ചെയ്തിട്ട് മാറ്റമില്ല ഗൈസ്. അപ്പൊ ഇതൊക്കെ ചെയ്തിട്ട് മാറാത്തോണ്ട് എന്റെ വേദന കണ്ട് എന്റെ അച്ഛന്റെ പെങ്ങൾ എന്നോട് പറഞ്ഞു, എന്റെ ആന്റി എന്നോട് പറഞ്ഞു, ചേർത്തലയിൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട്. ആ ഡോക്ടർ ഇങ്ങനെ നാടി ഇങ്ങനെ പിടിച്ചിട്ട് പറയും നല്ലൊരു ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഡോക്ടറിനെ കാണാൻ പോയി. പുള്ളി എന്നെ നാടി പിടിച്ചിട്ട് എനിക്ക് പറയാനുള്ള അസുഖങ്ങളെല്ലാം പുള്ളി പറഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു 35,000 ആണ് 10 ദിവസത്തേക്ക്. ആദ്യം ഒന്ന് ടെൻഷനായി, ഇത്രയും പൈസ 10 ദിവസത്തേക്ക്. അപ്പോഴും വിചാരിച്ചു നല്ല ട്രീറ്റ്മെന്റ് ആവുമല്ലോ. 10 ദിവസത്തേക്ക് എന്ന് പറയുന്നത് അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുമല്ലോ. ഓക്കെ, ഗോൾഡ് ഒക്കെ പണയം വെച്ചിട്ടാണെങ്കിലും നമുക്ക് ട്രീറ്റ്മെന്റ് എടുക്കണം, ഹെൽത്ത് ആണല്ലോ ഇമ്പോർട്ടന്റ്. അങ്ങനെ ഞാൻ അവിടെ 10 ദിവസം നിന്നു. ആരെയും നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു. 10 ദിവസം ഭയങ്കര ഒരു ദയാനകമായ ഒരു അവസ്ഥയായിരുന്നു. കാരണം രാവിലെ എഴുന്നേക്കണം, വെളുപ്പിന് എഴുന്നേക്കണം, പിന്നെ പത്തിയുണ്ട്, മറ്റേ അവര് തന്നെ വെജ്, കുമ്പളങ്ങ നീര് അതൊക്കെയാണ് കുടിക്കുന്നത്. ചെയ്ത സംഭവം തന്നെ ഒഴിച്ചില്ല. എന്റെ പൊന്നെ, ഞാൻ 10ാമത്തെ ദിവസം മാത്രം കരഞ്ഞില്ല, ബാക്കി 9 ദിവസം കരച്ചിലായിരുന്നു. 10ാമത്തെ ദിവസം വീട്ടിൽ പോണ സന്തോഷം. ഉഴിച്ചില് ചെയ്ത് സ്റ്റീം ബാത്ത് ഒക്കെ ചെയ്ത്, ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ 2 ചേച്ചിമാരും കൂടി നമ്മളിട്ട് ഇങ്ങനെ വലിക്കാണ്. അപ്പൊ ഉഴിച്ചിലെല്ലാം ചെയ്തിട്ടും യാതൊരു മാറ്റവും. വീട്ടിൽ വന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് പെയിൻ കൂടിയിട്ട് ഒരു രക്ഷയില്ല. അമ്മയോടാണെങ്കിൽ ഞാൻ സങ്കടം പറഞ്ഞോണ്ടിരിക്കുകയാണ്, എനിക്ക് എന്താണ് അമ്മ പറ്റിയത്, ഇതിന് മേലെ ഞാൻ ജീവിക്കണ്ട. കാരണം വേദന എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളെ നമ്മുടെ വേദന പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് അമ്മ എന്നോട് പറഞ്ഞു, നമുക്ക് ആയുർവേദ ഹോസ്പിറ്റൽ ഇവിടെ ജനറൽ ക്യാഷ് കൊടുക്കുന്നതല്ല, ജനറൽ ആയുർവേദ ഹോസ്പിറ്റലിൽ കാണിക്കാം. അങ്ങനെ ഞങ്ങൾ കച്ചേരിപ്പടി പോയിട്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു മാസം അഡ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. വീട്ടുകാരില്ല, ആർക്കും നിൽക്കാൻ പാടില്ല, രോഗികൾ മാത്രം. ആദ്യമൊക്കെ മെന്റലി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മാസം വീട്ടുകാരെ മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഒരു മാസം മാറി നിൽക്കുക എന്നുള്ള ബുദ്ധിമുട്ട്. പിന്നെ എനിക്ക് വേണ്ടി, എന്റെ പ്രശ്നത്തിന് വേണ്ടി ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു മാസം ഉഴിച്ചില് നിന്നു. ഓൾറെഡി അവിടെ നിന്ന് ഉഴിച്ചില് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നാൾ റെസ്റ്റ് എടുത്തതിന് ശേഷമാണ് കേട്ടോ ഇവിടെ പോയത്. ഒരു മാസം അവിടെ പോയി നിന്ന് ഉഴിച്ചിലൊക്കെ എടുത്ത്, ഞാൻ മാത്രമുള്ളൂ ചെറിയ പ്രായം, എല്ലാ അമ്മമാരാ. അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. ഞാൻ പോകുന്നെന്ന് അറിഞ്ഞിട്ട് അമ്മമാരൊക്കെ ഭയങ്കര കരച്ചിലായിരുന്നു, സങ്കടം വന്നിട്ട്. കാരണം ഞാനാണൊന്ന് എന്റർടൈൻ ചെയ്യുന്നത്, വേറെ ഒന്നും TV ഒന്നും അവിടെ ഇല്ല. അങ്ങനെ അവിടെ നിന്ന് ഉഴിച്ചില് ചെയ്തതിന് ശേഷം വീട്ടിൽ വന്നപ്പോ കുറച്ചു നാള് മാറ്റം ഉണ്ടായതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ നമ്മള് മാറ്റം അല്ലാട്ടോ, അത് നമ്മൾ യൂസ്ഡ് ആയതാണ്. ഈ പെയിൻ യൂസ്ഡ് ആയതാണ് സംഭവിച്ചത്. സ്റ്റിൽ 4 വർഷം ഈ പെയിൻ, സ്റ്റിൽ എനിക്ക് പെയിൻ ഉണ്ട്. എനിക്ക് നിൽക്കാൻ പറ്റില്ല. ആർക്കെങ്കിലും ഈ ഒരു പ്രശ്നം ഉണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും ഈ ഒരു പ്രശ്നം ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ. എൻ്റെ അടുത്ത് ഒന്ന് പറയും. കാരണം എനിക്ക് കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് ഉറക്കത്തിലാണ് കാലിങ്ങനെ തരിക്കുന്നത്. ഞാൻ എന്തിനാ എൻ്റെ ദൈവമേ ജീവിക്കുന്നതെന്ന് എനിക്കായിപ്പോയി. വേദന എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നമ്മുടെ വേദന പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ എനിക്ക് കാലുവേദന എന്ന് പറയാം. എപ്പോഴും നമ്മളെ വീട്ടുകാരോട് കാലുവേദന എന്ന് പറയുമ്പോൾ വീട്ടുകാരെന്താ ചിന്തിക്കുന്നത്? ഒക്കെ എപ്പോഴും 24 മണിക്കൂറും കാലുവേദന ചിന്തിക്കില്ല, ഓട്ടോമാറ്റിക്കലി ചിന്തിക്കും. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ വേദന മാറുന്നില്ല. എന്തോ ഒരു പ്രശ്നം എന്നിലുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും എനിക്കൊരു ബുദ്ധിമുട്ട് വരുന്നതെന്ന്. ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലൂടെയാണ് കടന്നു പോണേന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റിൽ ഞാൻ ഇരിക്കുന്നത്, ഞാൻ എൻ്റെ മെഡിസിൻസ് കാണിച്ചു തരാം. ഞാൻ മെഡിസിൻസ് ആയിട്ട് കഴിക്കുന്നതല്ല, ഞാൻ തേക്കുന്ന സംഭവങ്ങൾ കാണിച്ചു തരാം. എൻ്റെ ഡെയിലി ലൈഫിൽ ഇതെല്ലാം എനിക്ക് വേണം. കണ്ടോ, പെയിൻ മാറാനുള്ള റോൾ ഓൺ ആണ്, ബാം, പിന്നെ പെയിൻ മാറാനുള്ള ജെൽ. ഇതെല്ലാം തേച്ചിട്ടാണ് ഞാൻ നടക്കുന്നത്. ഇൻ കേസ് എനിക്കൊരു ഷൂട്ടിന് പോകാൻ പറ്റില്ല, എനിക്കൊരു വർക്കിന് പോയാലും പോകുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്യുമെങ്കിലും ഉള്ളിൽ ഞാൻ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. കാരണം ഈ പെയിൻ കാരണം അധികം നേരം നിൽക്കാൻ പറ്റില്ല. ഞാനിതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിതിലൊരു സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് കിട്ടിക്കഴിഞ്ഞാൽ മേ ബി ഞാൻ ഹാപ്പി ആവും. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ എടുക്കാന്ന് വിചാരിച്ചത്. എനിക്ക് നല്ല പെയിൻ ഉണ്ട് ഗൈസ്. എനിക്ക് സ്റ്റിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ പോലും ഈ ഒരു ബാം ഇതിന്റെ റോൾ ഓൺ ആണ്, ഇതില്ലാണ്ട് ഞാൻ ജീവിക്കില്ല. ഈ ഒരു സംഭവം അപ്ലൈ ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ഇരുന്നാണ് പറയുന്നത്. ലാസ്റ്റ് ഇപ്പൊ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്ന ഹോമിയോ ആണ്. ഇപ്പൊ ഒരു 2 days ആയിട്ട് ഞാൻ ഹോമിയോ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. എന്താവുന്നൊന്നും അറിയില്ല. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഇമോഷണലി വീക്ക് ആയിട്ടുള്ള ഒരാളെ പെട്ടെന്ന് സങ്കടം വരും.
ഇത്രയും വർഷം കണ്ടിന്യൂസ് ആയിട്ടും ഈ ഒരു സംഭവം മാറാതിരിക്കും. ഓഫ് കോഴ്സ് ആർക്കാണെങ്കിലും ഒരു ടെൻഷനാണോ, ഇത് എന്താ മാറാത്തത്? എന്തെങ്കിലും ഡിസ്ക് ബൾജ് എന്ന് പറഞ്ഞ ആൾക്കാർ അപ്പൊ തന്നെ ഭാവിയെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഈ ഭാവിയിൽ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്കൊരു ആഗ്രഹം ഇതൊക്കെ ഒന്ന് മാറ്റി ഹാപ്പി ആയിട്ട് ഇരിക്കണം. ആർക്കായാലും ഒരു ആഗ്രഹം ഉണ്ടാവില്ല, എനിക്കുണ്ട്. ഞാനിത് നിങ്ങളോട് ഷെയർ ചെയ്യരുതെന്നൊക്കെ ആദ്യം വിചാരിച്ചു. പിന്നെ ഞാൻ ഓർത്തു എനിക്ക് ഇതിൽ നിന്നൊരു സൊല്യൂഷൻ കിട്ടുവാണെങ്കിൽ അത് ഹെൽപ്ഫുൾ അല്ലേ. എനിക്കൊരാൾ പറഞ്ഞുതരാണ് ഇങ്ങനെ ഒരു സംഭവം ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോവാനോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുണ്ടെന്നോ. സർജറി ഒക്കെ എനിക്ക് പേടിയാണ്. കാരണം സർജറി ചെയ്യേണ്ടതെന്നാണ് മിക്ക പരിചയമുള്ള ഡോക്ടേഴ്സ് പറയുന്നത്. തളർന്നു പോകാൻ സാധ്യത കൂടുതലാണ്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിലൊരു സങ്കടം. അത് ഞാനിങ്ങനെ വ്ളോഗ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്കിങ്ങനെ പബ്ലിക്ലി അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് അല്ലെങ്കിൽ ഒന്നുമില്ല കണ്ണാടി നോക്കിയെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇങ്ങനെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അല്ല, ഏതായാലും മനസ്സിൽ നിന്ന് എന്തോ ഒഴിഞ്ഞു പോയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കറന്റ്ലി പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സിറ്റുവേഷൻ ആണ്. എത്രത്തോളം ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മാത്രം അറിയാം. ഞാൻ പുറമേ കളിച്ചും ചിരിച്ചും ഹാപ്പി ആയിട്ട് നടക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. അത്രയും സഹിക്കാൻ പറ്റാത്ത വേദന സഹിച്ചുകൊണ്ടാണ് എല്ലാ ദിവസവും കഴിഞ്ഞു പോകുന്നത്. ഈവൻ ഉറക്കത്തിൽ പോലും ഞാൻ ഇന്നലെ ഉറക്കത്തിൽ ഒന്ന് തിരിഞ്ഞപ്പോ തന്നെ കാലിങ്ങനെ തരിച്ചു കയറിക്കൊണ്ടിരിക്കുക. ഞാൻ വേഗം തന്നെ റോളിങ്ങനെ തൊട്ട് പുറകിൽ റോള് വെച്ചിട്ടുണ്ട്. റോളെടുത്ത് ഉറക്കപ്പിച്ച് ഇങ്ങനെ തേച്ചിട്ടാ ഉറങ്ങുന്നത്. അപ്പൊ ആ പൊള്ളലിൽ കുറച്ചു നേരം ഉറങ്ങിപ്പോ. ഇതാണ് ഇപ്പൊ ഒരു 4 years ആയിട്ട് നടക്കുന്ന കാര്യം. അപ്പോ എനിക്ക് ഇതിനെ പറ്റിയൊരു സൊല്യൂഷൻ ആരെങ്കിലും പറഞ്ഞു തന്നാൽ അത്രയും നല്ലത്. എന്റെ പ്രോബ്ലം L4 L5 ഡിസ്ക് ബൾജ്. അത് കാരണം കാലിലോട്ട് ഇറങ്ങിയ കംപ്രഷൻ, ആ കംപ്രഷൻ കാരണം സഹിക്കാൻ പറ്റാത്ത വേദന. എനിക്ക് രീതിയിൽ കൂടുതൽ എന്താ പറയണേന്ന് അറിഞ്ഞൂടാ. ചില സമയമൊക്കെ എനിക്ക് ജീവിക്കണമെന്ന് തോന്നിപ്പോവും. പക്ഷെ ഇതിനും കഷ്ടതയുള്ള ആൾക്കാരെ കാണുമ്പോൾ ദൈവമേ എനിക്കിത് മാത്രമേ വന്നുള്ളൂല്ലോ എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത് കേട്ടോ. അപ്പോ ഗൈസ്, ഇതൊരു സ്റ്റോറി വൈസ് ആയിട്ട് പറയണമെന്നല്ല. എനിക്ക് തോന്നുന്നു ആഫ്റ്റർ കൊറോണ ഞാൻ ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു, ബൂസ്റ്ററൊക്കെ. അപ്പോൾ ഇമ്മ്യൂണിറ്റി പോയതാണ് മെയിൻ പ്രശ്നം. അതുകൊണ്ട് സംഭവിച്ചതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനൊരു സംഭവം നിങ്ങൾ സഫർ ചെയ്യുന്നുണ്ട്, ഡിസ്ക് ബൾജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നടുവേദന ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, കാലുവേദന ഉണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഡോക്ടറിനെ കാണിക്കുക. അത് കറക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. അതേ എനിക്ക് പറയാനുള്ളൂ ഗൈസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊരു ലൈഫ് സ്റ്റോറി ആയിട്ട് കാണണ്ട, എൻ്റെ ഒരു അനുഭവം പറയാണ്. ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ, അതിപ്പോ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ.